ഈ പിശാചുക്കൾ അങ്ങനെ പറഞ്ഞോ? അമ്മേനെ വിളിക്കാൻ നിന്ന അതിനിപ്പോ ചേട്ടൻ വെയിലത്തേക്ക് നടി എന്നാലും കുറച്ച് ക്ലാരിറ്റി ആയിട്ട് നമ്മളെ കിട്ടുള്ളൂ. ആ ചേട്ടൻ വന്ന് നോക്കുന്നതും കൂടെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി കേക്കാണ്. നീ ചിന്തിക്കണ്ടെന്നേ. ഞങ്ങൾ അന്ന് അഭിരാമിയുടെ ഇതിനെ ഇതുപോലെ വീഡിയോ എടുത്തിട്ടോ. മൊത്തം വലിയ സൂമായിട്ട് ഞങ്ങളുടെ ചുണ്ട് മാത്രമേ നടത്തും. ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞതെന്നറിയോ, എടി അവള് ഇതാവും അതാണെന്നൊക്കെ കുറെ പറഞ്ഞു. പക്ഷെ ഒന്നും കിട്ടില്ല. എടി എനിക്ക് ആ പുള്ളി വന്നില്ലായിരുന്നെങ്കിൽ മിക്കവാറും ഈ അമ്മേനെ വിളിക്കാന്ന് വിശ്വസിച്ചേനെ. ആ പുള്ളിയുടെ അഭിനയം കൊണ്ടാണ് പോയത്. എടി ആ പുള്ളിയോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ ബാക്കിൽ കൂടെ വേണം എന്നടി. പുള്ളി ബാക്കിൽ കൂടെ വരുവാണെങ്കിൽ ശരിക്കും ഞാൻ ഞെട്ടിയേനെ. പുള്ളി അവിടെ വന്ന് നോക്കി ഒരു ഇന്ന ദൂരം ഉണ്ട് ഈ പെണ്ണുപിള്ളയുടെ വീട്ടിലേക്ക്. ഇനി ആ പൊക്കം ഇറങ്ങണ്ടേ? എടി ഇനി ഏത് വഴിയടി പോകണ്ടേ? കൂടി വരുവാ നിങ്ങൾക്ക്? അങ്ങനെയാണോ? പിന്നെ കുറഞ്ഞു വരുവാ. കളിയാക്കുന്നതാണോ? അല്ലടി സത്യമായിട്ടും. എന്റെ വീട് ഇവളുമാർക്കറിയാം. അതെ, ഒരു ഗ്രൂപ്പിലിടാന്നാ പറഞ്ഞത്. കുറച്ചും കൂടി സമയം ഇനിയും ഉണ്ടല്ലോ അല്ലേ? എടി ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ, അവള് മറ്റേ വഴി അവളുടെ ഒപ്പം പോയെങ്കിലും അവളുടെ വീട് എവിടെയാ? മറ്റവളുടെ വീട് നിങ്ങളല്ലേ അവളുടെ വീട് താമസിക്കാൻ വന്ന മണ്ടൂസുകളെ. ജിസിന്റെ വീട് എനിക്കറിയാമേലേ. എടി അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞില്ല അവള് വേറെ ജിസാണോടി. ആ തീരുമാനം. അവന്റെ വീട് എവിടെയാന്ന് പറഞ്ഞത്? ഈ കാണുന്ന അവന്റെ വീട് താഴെ ഇരിക്കുന്ന നാടല്ലേടി, ടോമിന്റെ വീട് താഴെ ഇരിക്കുന്ന. ഞാൻ കേട്ടു. എനിക്ക് ടെൻഷനാണോടി. നീ വെക്കോ, ഞങ്ങള് ഇവിടെ തങ്ങി നിൽക്കുവോ? ഇങ്ങോട്ട് വാ. പുള്ളിയെങ്ങാനും കണ്ടാൽ നമ്മുടെ അവളുടെ അടുത്ത് പറയും 3 യൂണിഫോം ഇട്ട ആൾക്കാർ നിന്റെ. ഇവള് മാത്രല്ലല്ലോ, എല്ലാരും ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഇപ്പൊ ഓർക്കണ്ടേ നടക്കട്ടെ. ഹായ് ജിസേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. എടി വാടി 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 ഇങ്ങ് വാ. അതൊക്കെ ഞങ്ങള് സേഫ് ആയിട്ട് ഒരിടത്ത് വെച്ചു. വാ വാ. മുടി ഒതുക്കിയൊക്കെ കാരണം നീ പ്രതീക്ഷിക്കില്ലല്ലോ നാളെയല്ലേ. നീ ഇതെടുത്തോട്ടോ. അയ്യോ കേക്ക് ജിസ മേടിച്ച സാധനം. സോനയ്ക്ക് അക്ഷയ വരെ പോണായിരുന്നു. അപ്പൊ അതുകൊണ്ട് രണ്ടൊരു ഫോണും കൊണ്ടാവും. ഇതുകൊണ്ടല്ലേ താമസിച്ചത്. എങ്കൂല്ലാത്ത പോലെ ബർത്ത്ഡേ ടു യു. എടി അവളുടെ അമ്മ ഒന്നുമില്ല. ചെല്ലടി ഹരി. ഇതെന്നടി കുറച്ച് ഇതൊക്കെ ആയിട്ട് നിക്കടി പ്ലീസ് ഡേ. ആ ഓക്കെ ഓക്കെ.
ഞാൻ ഇതൊക്കെ ഇടും, വാങ്ങോട്ട്. ഓക്കെ സെറ്റ്. ഇപ്പൊ നല്ല വിളിച്ചോണ്ട് എടി നേരെ നിന്റെ ഈ വീഡിയോ എങ്ങനെയുണ്ട്? എടി ഈ ഗെൽറ്റ് ഒന്ന് ബെത്തോട്ടെടി പ്ലീസ്. അതെ നല്ല പൈസ ചെലവുണ്ട്. ഇപ്പൊ ശരിക്കും ബർത്ത്ഡേ എടുത്തേ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇതെന്റെ മുത്ത് ഓടിപ്പോയി കുളിച്ചിട്ട് വാ. അതെ കുളിക്കണ്ട, ഡ്രസ് മാറിട്ടാ മതി. ഞങ്ങൾക്ക് വേണ്ടി പോണം. സീരിയസ് ആണോ ജിസേ? പെട്ടെന്ന് പറഞ്ഞേ. ഒരു വെള്ളം ഒഴിച്ചില്ലേ നിങ്ങള്? മുട്ട ഉണ്ടായിരുന്നല്ലോ, ആ മുട്ട പാകി ചെയ്തെടുത്തില്ല. അയ്യോ പറഞ്ഞേ. നമുക്കങ്ങ് നടക്കാം. ആ കോപ്പ മാസ്റ്റർ ബെയിൻ സോനെ അമ്മേനെ കൊണ്ട് വിളിച്ച് ചാടിച്ചിട്ടുക. ഗൈസ് അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ അവസാനിച്ചു. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് എടുക്കാൻ പറഞ്ഞേ. എന്നാലും അത് എന്നാ ബോധത്തിലാണോ പോകുന്നത്? അതും കൂടി ഉണ്ടായിരുന്നു, ഇവിടെ വെച്ചങ്ങ് തീർക്കായിരുന്നു. എന്താ തോന്നെ എടി എനിക്ക് രക്ഷപ്പെട്ടു പോകാനാണ് ഞാൻ സൈക്കിളെ. ഹെൽമെറ്റ് ഒന്ന് മാറ്റുമോ? എന്ന് വീട്ടിൽ പോണം. ആടി കൊണ്ടുവിടോട്ടെ. എന്നെ എൻ്റെ വീട് വരെ കൊണ്ടുവിടൂടി. നിന്നെ ആ വഴി കൊണ്ടുവിടായിരുന്നു. എന്നാ ഞാൻ തിരിച്ചു വരട്ടെ. എന്നാ വരാം. അതായത് ലൈസൻസ് ഇല്ലാത്ത ഞാൻ എങ്ങനെയാണ് കയറി? എടി ഇവക്ക് എന്നെ കൊണ്ട് വൃത്തിയാവുള്ള. എടി വണ്ടി ഓടിക്കുന്നത് എന്റെ ഈ വീഡിയോ എടുക്കണായിരുന്നു. മറ്റേ പുള്ളിക്ക് അടിക്കാൻ അറിയാൻ പാടില്ലാണ്ട് അതൊക്കെ ഉണ്ട്. നീ മറ്റേ വേഗം തുറക്ക, വലിച്ചു കീറങ്ങോട്ടാ പിശാശേ. കാണിക്കാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് തരാം.